നിർത്തന ചെറുക്കനുമനീര. പ്രിയപ്പെട്ടവരെ, 11 വർഷം നരേന്ദ്രമോദി രാജ്യം ഭരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യയിലെ സ്വത്തിന്റെ 82% സ്വത്ത് 10% താഴെയുള്ള മനുഷ്യരിൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. 82% സ്വത്ത് പാവപ്പെട്ട മനുഷ്യരിലല്ല, ഇന്ത്യയിലെ 11% വരുന്ന പണക്കാരിൽ ഇന്ത്യയുടെ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ പുതിയ ഒരുതാണ്. ജോഷി ചെറുവാളൂർ പറഞ്ഞതിന്റെ രക്തചുരുക്കം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് ചരിത്രത്തിൽ അങ്ങനെ ഒരു കൊടുങ്കാറ്റിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് തിരിച്ചറിയുക എന്നതാണ് ഈ സമരത്തിലൂടെ നാം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു വിത്തും വിതയ്ക്കാത്ത മനുഷ്യൻ ഇന്ത്യയിലെ മുഴുവൻ അരിയുടെയും ഉടമസ്ഥനാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയണം. അമേരിക്കയിലെ കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി അല്ല ഇന്ത്യയിലെ കർഷകർക്ക് കൊടുക്കുന്നത്. ഓസ്ട്രേലിയയിലെ പാല് കർഷകർക്ക് കൊടുക്കുന്ന സബ്സിഡി അല്ല ഇന്ത്യയിലെ പാല് കർഷകർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഓസ്ട്രേലിയയിലെ പാല് ഇന്ത്യയിലെ സാധാരണ മനുഷ്യനെ ബാധിക്കുന്ന കാലത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ രാജ്യം പോകുന്നത് എന്നത് തന്നെയാണ് ഈ സമരത്തിന്റെ 3ാമത്തെ മുദ്രാവാക്യം, രത്നചുരുക്കം. ഓസ്ട്രേലിയയിലെ പാല് എങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നത് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ ഓമന പേരിട്ട് ഒരു പൂന്തോട്ടത്തിലെ പൂവുകളെ കാണുന്നത് പോലെ